വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും കരമാർഗം ചരക്ക് നീക്കം തുടങ്ങുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ഈ മാസം തുടങ്ങാനാണ് സർക്കാർ തീരുമാനം. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും വിഴിഞ്ഞം തുറമുഖത്ത് ഇനി കരമാർഗമുള്ള ഒരു ചരക്ക് നീക്കത്തിനായുള്ള ഒരു തുടക്കമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാനാണ് സാധ്യത. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നിലവിൽ വിഴിഞ്ഞം കപ്പൽശാലയുടെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇപ്പോൾ കടലിലുള്ള ചരക്ക് നീക്കം മാത്രമാണ് നടക്കുന്നത്. ഇനി കരമാർഗം കൂടി ചരക്ക് നീക്കത്തിനുള്ള തുടക്കം ഈ മാസം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയും അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. കരമാർഗമുള്ള ചരക്ക് നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ കൊല്ലം, ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് കരയിലൂടെ തന്നെ ചരക്കുകൾ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ കടലിലൂടെ മാത്രമാണ്, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ചരക്ക് നീക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്കുള്ള ചരക്ക് നീക്കം വിഴിഞ്ഞത്തൊന്നും നടക്കുന്നില്ല. പക്ഷേ അതിനൊരു തുടക്കം കുറിക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ മാസം 18-ന് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആഭ്യന്തര വിപണികൾ ലക്ഷ്യമാക്കിയുള്ള ചരക്ക് നീക്കം, അതായത് അന്തർദേശീയ തലത്തിൽ വരുന്ന കശുവണ്ടി, അതുപോലെ തന്നെ മത്സ്യ സമ്പത്തുകൾ, ഇവയെല്ലാം തന്നെ വിഴിഞ്ഞത്തെത്തിച്ചതിന് ശേഷം മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചരക്ക് നീക്കം, അതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് വേഗത്തിൽ തുടങ്ങാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളൊപ്പം ദേശീയപാതയുടെ നിർമ്മാണം ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത് വൈകിപ്പോയത്. എന്നാൽ പല സ്ഥലങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിൽ ആയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കൊല്ലം തിരുവനന്തപുരത്തേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചരക്കു നീക്കം കരയിലൂടെ തുടങ്ങാൻ ഉള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് എത്തിച്ചേർന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദേശീയപാതയാണ് ഇതിന് അനുമതി നൽകേണ്ടത്. ദേശീയപാത അതോറിറ്റി ഇതിന് ആ അനുമതിയും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ ഈ ചരക്ക് നീക്കം കരയിലൂടെ ആരംഭിക്കും എന്ന് തന്നെയാണ് കപ്പൽശാലയുമായി ബന്ധപ്പെട്ട അധികൃതരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നത്. ശരി, എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും കരമാർഗം ചരക്ക് നീക്കത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ മാസം തന്നെ ഇത് തുടങ്ങാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.